ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിന്റെ അൺലാഡൻ വെയിറ്റ് എന്നാൽ എന്താണ്? ഒരു വാഹനത്തിന്റെ അൺലാഡൻ വെയിറ്റ് എന്നാൽ എന്താണ്? വാഹനത്തിന്റെയും ലോഡിന്റെയും ഭാരം, അതായത് വാഹനത്തിന്റെയും ലോഡിന്റെയും ടോട്ടൽ വെയിറ്റ് എന്താണോ അതാണ് അൺലാഡൻ വെയിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലൈൻഡ് സ്പോട്ട്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വേർഡാണ് ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ആൻസർ കിട്ടും. പുറകിൽ നിന്നുള്ള വാഹനം റിവർ വ്യൂ മിററിൽ, അതായത് കണ്ണാടിയിൽ കാണുവാൻ സാധിക്കാത്ത മേഖല. അതായത് പുറകിൽ നിന്നുള്ള വാഹനം കടന്നു വരുമ്പോൾ കണ്ണാടിയിലൂടെ കാണാൻ പറ്റാത്ത ഏരിയ ഏതാണോ അതാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വീൽ ബേസ് എന്നാൽ എന്ത്? വീൽ ബേസ് എന്നാൽ എന്ത്? ആൻസർ, മുന്നിലെയും പിന്നിലെയും വീലുകളുടെ മധ്യരേഖകൾ, അതായത് ആ വീല് കണക്ട് ചെയ്തിരിക്കുന്നത് രേഖകൾ തമ്മിലുള്ള അകലം, അതായത് മുന്നിലെയും പിന്നിലെയും വീലുകളുടെ മധ്യരേഖകൾ തമ്മിലുള്ള അകലത്തെയാണ് വീൽ ബേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറ്റിപ്പോകരുത്. നെക്സ്റ്റ്, 7 വർഷം കഴിഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി എത്രയാണ്? 7 വർഷം കഴിഞ്ഞതാണ്. തെറ്റിപ്പോകരുത്. 7 വർഷം കഴിഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി 2 വർഷമാണ്. 2 വർഷമാണ് ഫിറ്റ്നസ് കാലാവധി. നെക്സ്റ്റ്, ടയർ വിയർ ഇൻഡിക്കേറ്റർ. അന്നേരം നമുക്ക് ഏകദേശം മനസ്സിലാവും ടയറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് അതിന്റെ ആൻസർ ടയറിന്റെ തേയ്മാനത്തിന്റെ പരിധി ആയിട്ട് ബന്ധപ്പെട്ടതാണ് ടയർ വിയർ ഇൻഡിക്കേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ 4 സ്ട്രോക്ക് പൂർത്തീകരിക്കുമ്പോൾ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് ഓൾറെഡി നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുള്ളതാണ്. ക്രാങ്ക് ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങും? 2 പ്രാവശ്യമാണ് ആൻസർ. 2 പ്രാവശ്യം ഇത് കറങ്ങും. നെക്സ്റ്റ്, വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്കറിയാം. ഓഡോമീറ്ററും സ്പീഡോമീറ്ററും എല്ലാം കാണുന്നതാണ് ആ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. അവിടെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ത് ചെയ്തു? തെളിഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ വാഹനം ഓടിക്കാൻ നേരത്ത് അല്ലെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ തെളിഞ്ഞു നിൽക്കുമെന്ന് കണ്ടാൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് ഹാൻഡ് ബ്രേക്ക് ആണ്. ഇത് സിമ്പിൾ ആണ്. ഹാൻഡ് ബ്രേക്ക് ആണ്. അതായത് നിങ്ങളുടെ വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനത്തിലെ എഞ്ചിനിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിലെ പ്രധാന മലിനീകരണ ഘടകം, പൊല്യൂഷനിലെ പ്രധാന ഘടകം ഏതാണ്? ഹൈഡ്രോകാർബൺ ആണ്. തെറ്റിപ്പോരുത്, ഹൈഡ്രോകാർബൺ. നെക്സ്റ്റ്, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ചുമത്തുന്ന പിഴത്തുക. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് അതായത് നിങ്ങൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയും ഒരു ഓഫീസർ തടഞ്ഞു നിർത്തി വാഹനം പരിശോധിക്കുന്ന വേളയിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് തീർന്നിരിക്കുകയാണ്. അയാൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് പിഴ നൽകാം? 2000 രൂപയാണ്. 2000 രൂപ നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ട് വാഹനത്തിലെ അറ്റൻഡന്റിന് നിഷ്കർഷിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര വയസ്സിൽ അയാൾക്ക് ആ ജോലിയിൽ കയറാം അല്ലെങ്കിൽ അപേക്ഷിക്കാം? 20 വയസ്സ് കഴിയുന്ന ഒരാൾക്ക് ആ ജോലിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. നെക്സ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം കേരളത്തിലെ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? മലപ്പുറത്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ ഒരു പ്രധാന ഭാഗം, ഹൈഡ്രോളിക് ബ്രേക്ക് എന്തിനാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രധാന ഭാഗം അതായത് താഴെ കൊടുത്തിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതാണ്? മാസ്റ്റർ സിലിണ്ടർ ആണ്. നമ്മൾ ആ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും മാസ്റ്റർ സിലിണ്ടർ. നെക്സ്റ്റ്, ഒരുവിധം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുക, ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, കുറ്റകരം, അത് ഏത് സെക്ഷൻ ആണ്? 185 ആണ്. 185 അത് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ ഓർത്തു വെക്കുക. 185 185 മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരം ആക്കിയിരിക്കുന്ന MVD ആക്ടിലെ സെക്ഷൻ 185. നെക്സ്റ്റ്, ജംഗ്ഷനിൽ വാഹനം ഓടിക്കുമ്പോൾ ഏത് വാഹനത്തിനാണ് മുൻഗണന? അതായത് നിങ്ങൾ ഒരു വാഹനം ഓടിച്ച് ഒരു ജംഗ്ഷനിൽ 4 കൂടിയ ജംഗ്ഷനിൽ ഒരു സിഗ്നലിൽ എത്തുന്നു. സിഗ്നൽ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഏത് വാഹനത്തിനാണ് നിങ്ങൾ മുൻഗണന നൽകേണ്ടത്? വലതുവശത്തു കൂടി വരുന്ന വാഹനങ്ങൾ, അതായത് വലത് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ മുൻഗണന നൽകണം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി, അതായത് എത്ര വയസ്സ് വരെ അപേക്ഷ കൊടുക്കാം? നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തില്ല, നിങ്ങൾക്ക് എത്ര വയസ്സ് കഴിഞ്ഞാൽ, അതായത് എത്ര വയസ്സ് വരെ, എത്ര ഏജ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം? അതിന് പരിധിയില്ല. ഇതുവരെ അതിന് പരിധി നിശ്ചയിച്ചിട്ടില്ല. അടുത്തത്,
ഈ കാണുന്ന ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ഗീവ് വേ. അത് നമുക്ക് ഒരുപാട് എടുത്ത് കാണാം. അതായത് വഴി നൽകുക. ഷോർട്ട് കട്ട് വേയിലൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്യരുത്, അവിടെ വഴി നൽകുക. നിങ്ങൾ എന്ത് ചെയ്യുക? വഴി നൽകുക, വഴി നൽകുക. നെക്സ്റ്റ്, വാഹനത്തിന്റെ വേഗത കുറച്ച് വാഹനം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് എടുക്കേണ്ടത് ഏത് നിറത്തിലുള്ള സിഗ്നൽ ലൈറ്റ് മിന്നിക്കത്തുമ്പോഴാണ്? എന്നിട്ട് തെറ്റിപ്പോകരുത്. അന്നേരം ആംബർ ലൈറ്റ് ആണ്, ആംബർ ലൈറ്റ് ആണ്, ചുമപ്പ് എന്നൊന്നും പറയരുത്. ആംബർ ലൈറ്റ് കത്തുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധയോടുകൂടി വാഹനം മുന്നോട്ട് എടുക്കേണ്ടത്. നെക്സ്റ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് മുൻകൂട്ടി പുതുക്കുന്നതിന് അനുവദനീയമായ കാലദൈർഘ്യം. അതായത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീരാറായി എങ്കിൽ എത്ര നാൾ മുമ്പേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും? 1 വർഷം മുമ്പാണ്. 1 വർഷം മുമ്പ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപേക്ഷിക്കാൻ കഴിയും. 1 വർഷം മുമ്പ് എന്ത് ചെയ്യാം? 12 മാസം മുൻപ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. നെക്സ്റ്റ്, മോട്ടോർ വാഹന നിയമത്തിലെ 112 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടാണ്. അമിത വേഗതയാണ്, ഓവർ സ്പീഡാണിത്. നെക്സ്റ്റ്, സ്വകാര്യ വാഹനങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ അനുവദനീയമല്ലാത്ത നിറം. അതായത് അനുവദനീയമല്ലാത്ത നിറം ഏതാണ്? അതായത് സ്വകാര്യ വ്യക്തികൾക്ക് ആ നിറം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ മിലിറ്ററി ഗ്രീൻ എന്നും പറയുന്നു. ഒലീവ് ഗ്രീൻ ആണിത്. നെക്സ്റ്റ്, ലെഡ് ആസിഡ് ബാക്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ലെഡ് ആസിഡ് ബാക്ടറി. നമ്മൾ ഓൾറെഡി അറിയാം, ബാക്ടറിയിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അന്നേരം ഇവിടെയും സൾഫ്യൂരിക് ആസിഡ് ആണ്. നെക്സ്റ്റ്, പെർമിറ്റ് വേണ്ടാത്ത ഗുഡ്സ് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ GVW എത്രയാണ്? GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെങ്കിൽ GVW എത്താണ്? അതായത് ഇതിനകത്ത് ഈ 3 ആൻസറും ഇല്ല, ഇവയൊന്നുമല്ല എന്നതാണ് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, സ്റ്റേജ് കാരേജിന് പെർമിറ്റ് അനുവദിക്കുന്നത് ആരാണ്? തെറ്റിപ്പോകരുത്. സ്റ്റേജ് കാരേജിന് പെർമിറ്റ് അനുവദിക്കുന്നത് RTA ആണ്, RTO അല്ല, RTA ആണ് പെർമിറ്റ് അനുവദിക്കുന്നത്. നെക്സ്റ്റ്, ടയർ റൊട്ടേഷൻ ചെയ്യുന്നത്, അതായത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പുതിയ വാഹനത്തിന്റെ ടയർ റൊട്ടേറ്റ് ചെയ്തിടുന്നത് എന്ത് ആവശ്യത്തിനാണ്? നമ്മൾ ഇത് ഓപ്ഷൻ വായിച്ചു നോക്കുമ്പോൾ അത് ആൻസർ കിട്ടും. ടയറിന്റെ തേയ്മാനം ഒരേപോലെ ആകുന്നതിന്, അത് ആൻസർ ശരിയാണ്. ടയറിന്റെ ലൈഫ് കൂട്ടുന്നത്, അതായത് ഒരുപോലെ ആകുന്നത് ടയർ ലൈഫ് കൂടുന്നതിന് വേണ്ടിയാണ്. വാഹനത്തിന്റെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയാണ്, ശരിയാണ്. അന്നേരം മേൽപ്പറഞ്ഞവ എല്ലാം. നെക്സ്റ്റ്, പ്രൈവറ്റ് വാഹനങ്ങളിൽ പരസ്യം പതിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് എത്രയാണ്? ഫീസ് നിശ്ചയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ ഫീസ് എത്രയാണ്? അനുവദിച്ചിട്ടില്ല, അത് ഇതുവരെ അനുവദിച്ചിട്ടില്ല.